അങ്ങനെ നമ്മുടെ നീതുവിൻ്റെ അമ്മയോടും അച്ഛനോടും കിളിക്കൂട് വിട്ടുകൊടുക്കാതെ സംസാരിക്കേണ്ട. അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ സുധീഷിൻ്റെ ഭാര്യയായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. എനിക്കെന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ എവിടെ കഴിയണേക്കാട്ടിലും സുഖത്തിലാണ് കഴിയണത്, ഞാൻ എൻ്റെ വീട്ടിൽ കഴിയണേക്കാൾ സുഖത്തിലാണ് കഴിയണമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷേട്ടൻ ഹരീഷിനോട് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ ഒരു ഇത്തിരിയെങ്കിലും വിചാരം വേണം, നീ ആ പെൺകുട്ടിയെ എന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് ഓർമ്മ വേണം, എന്നിട്ട് വേണം അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ, നീ എന്തിച്ചിട്ട് അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയെന്നൊക്കെ പറയുന്നത് സുഭാഷേട്ടൻ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, അവർ നമ്മളെ വീട്ടിനെ അപമാനിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണിനെ തന്നെ വേണ്ട, എനിക്ക് കല്യാണം തന്നെ വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഹരീഷ്. നമ്മുടെ സുധീഷാണെങ്കിലോ നിധി ആ താലി ഇങ്ങനെ കൈ കൊണ്ട് പൊക്കി പിടിച്ചിട്ട് അവന് വേണ്ടി സംസാരിച്ചത്, അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ അങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ പറയുന്നത്, നീ എവിടെയാണ് ആലോചിച്ചിരിക്കുന്നത്, ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ആ പറയട്ടാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, എനിക്കിതൊന്നല്ല ഏട്ടാ ആലോചന വരുന്നത്, നമ്മുടെ നിധി അവളുടെ താലി പൊക്കി പിടിച്ചിട്ട് നമ്മളുടെ ഒരു മാസ് എൻട്രി വന്നല്ലോ, അതെനിക്ക് ആലോചിച്ചിട്ട് വല്ലാത്ത സന്തോഷമാവുന്നുണ്ടെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നിധി അവളെ താലിയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് വേഗം അവളെ താലി ഊരിയിട്ട് വേഗം നമ്മുടെ സുധീഷിൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സുധീഷിന് എന്താവശ്യമുണ്ട് അവനിപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം, അത് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ എന്തായാലും താലി തിരിച്ചിട്ട് തന്നെ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധി ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷും ഹരീഷും ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, നമുക്ക് ഒന്ന് പുറത്ത് പോയാലോ, ബീച്ചിൽ പോകാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, നിധിയോട് ചോദിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് ചോദിക്കേണ്ട അടുത്ത് നമുക്കൊന്ന് പുറത്ത് പോയാലോ, ബീച്ചിൽ പോലെ ആയിക്കോട്ടെടാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടിയും ബീച്ചിൽ പോകുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനെയും കൂട്ടുന്നുണ്ട് നമ്മുടെ നിധി. ഇതൊക്കെ കാണിച്ചിട്ട് വേണം നാളത്തെ പ്രൊമോ അവസാനിക്കുക. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.